ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കണം എന്നുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതി. നമ്മളിപ്പോൾ ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് നിങ്ങളൊരു കഥയായിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടാലും മതി. നമുക്കുണ്ടായ ഒരു അനുഭവം നമ്മൾ പറയും. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ല. ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് കഥകൾ ഞാൻ പറയാം. പക്ഷേ ഇവള് പറയുന്നത് ഇവൾക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എനിക്കും അറിഞ്ഞൂടാ ഇവളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷൻസിലൊക്കെ വരും. നോർമലി വരാറുണ്ട്. വിശ്വാസം ഇല്ലാത്തവർ കാണും. അപ്പം ചുമ്മാ കളിക്കൊന്ന് കേട്ടിരുന്നാൽ മതി ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഗൈസ് ഫസ്റ്റ് അവളായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. എനിക്ക് പറഞ്ഞോടാ. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. പറഞ്ഞോ. ഓക്കെ, അപ്പം എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ടേ ഞാനിങ്ങനെ നമ്മളൊരു ഗ്രൂപ്പുണ്ട്. പണ്ട് നമ്മളെ വീട്ടിൻ്റെ അവിടെ കളിക്കണ ഒരു ഗ്രൂപ്പുണ്ട്, കുറേ പേരൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഗ്രൂപ്പിൽ തന്നെ എനിക്കും വേറൊരു കൊച്ചിനുമായിരുന്നു കൂടുതൽ ഈ പ്രേതത്തിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് ഇൻട്രസ്റ്റ്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു ആപ്പുണ്ട് അതിൽ പച്ച ലൈറ്റ് കത്തിയ പ്രേതം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെ നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ, അതായത് എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് എൻ്റെ ഒരു കസിൻ്റെ വീട്. അവൻ്റെ വീട്ടിൻ്റെ ബാക്കിലാണ് ഒരു വീടുള്ളത്. അവിടെ ഇതേപോലെ പണ്ട് നമ്മളിങ്ങനെ കളിക്കാൻ പോകുമ്പം എൻ്റെ അമ്മാമ്മ, അതായത് നമ്മുടെ അമ്മാമ്മ പറയും അവിടെ പോവല്ലേ, ആരെ വീട്ടിൽ പോയില്ല അവരെ വീട്ടിൽ മാത്രം പോവല്ലെന്ന് പറയാം. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു അതെന്താ അങ്ങനെ പോവില്ലെന്ന് പറയണേന്ന്. ഓക്കെ, അപ്പം അങ്ങനെ പോവല്ലെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ചോദിച്ചു അതെന്താ പോക്കൂടാത്ത. അപ്പം വന്ന് ആ വീടിൻ്റെ അവിടെ തന്നെ ഒരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിൽ കുറേ പേര് മരിച്ച് സൂയിസൈഡ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കാണാത്ത വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ ഞാൻ ഈ ഒരു 8th സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നപ്പോഴാണ് കൂടുതൽ ഈ പ്രേതത്തിനെ പറ്റി അറിയാനായിട്ട് എനിക്കൊരു ത്വര പോലെ വന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഇന്ന് പ്രേത സിനിമകളെല്ലാം കാണും. നണ്ണ്, ആനബെല്ലയുടെ എല്ലാം ഇരുന്ന് കാണും. പിന്നെ ഈ കോഞ്ചറിങ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ വേറെ വെറോണിക്ക എന്നും പറഞ്ഞാൽ അത് റിയൽ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഇറ്റലിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് റിയൽ ആയിട്ടുള്ളൊരു സിനിമ, ഭയങ്കര റിയൽ ലൈഫ് ബേസ്ഡ് ആയിരുന്നു ആ വെറോണിക്ക എന്നും പറഞ്ഞ സിനിമ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ അപ്പുറത്തെ വീട്ടിലെന്ന് പറഞ്ഞില്ലേ ഒരു കിണറുണ്ട്, അവിടെ കുറേ പേര് മരിച്ചു. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ കേട്ടപ്പോൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനത്തെ കഥകൾ കേട്ട് എല്ലാവരും വളരുന്നത്. അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാനൊക്കെ അത് കേട്ടാണ് ആദ്യത്തെ എൻ്റെ ഒരു ഗോസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ അതുവഴിയാണ് ഞാൻ അറിയുന്നത്. പിന്നെയാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു പ്രയത്നം, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ആനബെല്ലാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ നോർമലി ഇങ്ങനെ കിടക്കാനായിട്ട് പോയി. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പം ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും. പക്ഷേ ഇങ്ങനെ കിടന്നിട്ട് കുറേ കഴിഞ്ഞു കേട്ടോ, ഞാൻ ഉറങ്ങി. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ സ്വപ്നമൊന്നും കാണുന്നില്ല. അപ്പം എനിക്കെന്താ വെച്ചാൽ എനിക്കറിയാം എൻ്റെ ദേഹത്ത് ആരോ ഇങ്ങനെ തൊടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം എനിക്കാണെങ്കിൽ അതായത് ആദ്യം എൻ്റെ കയ്യിൽ നമ്മളിങ്ങനെ പറയത്തില്ല, നമ്മളിങ്ങനെ ആരും ഇങ്ങനെ പിടിക്കുന്ന പോലെ. അതായത് എൻ്റെ അടുത്ത് അമ്മ കിടക്കുന്ന, അപ്പുറത്ത് ഇവിടെ കിടക്കുന്ന, ആരും ഇല്ല ആ റൂമിൽ. അപ്പം എനിക്കറിയാം ആരും ഇതേപോലെ എൻ്റെ ദേഹത്ത് ഇങ്ങനെ തൊടുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കിങ്ങനെ കതവ് കുറ്റിയിട്ടിട്ടുണ്ട്, ആരും ഇല്ല അവിടെ. അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് എനിക്കറിയാം എന്നെ ആരും ഇതേപോലെ തൊടുന്നുണ്ട്. ആദ്യം എൻ്റെ കാലിലാണ് പിടിച്ചത്. ഇത് ഞാൻ ഇപ്പോൾ പറയുമ്പം നിങ്ങൾക്ക് ആർക്കും എനിക്ക് അറിഞ്ഞൂടാ, വിശ്വസിക്കില്ല. ഇത് എൻ്റെ അമ്മ പോലും വിശ്വസിച്ചില്ല, പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് ശരിക്കും തോന്നിയ ഒരു അനുഭവമാണ്. എന്നുവെച്ചാൽ ആദ്യം എൻ്റെ കാലിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ റൈറ്റ് കാലിലാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് കണ്ണ് തുറക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പിന്നെ എൻ്റെ കൈ മാറി എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് ഇതുവരെ എൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ആരും തൊട്ടുകൊണ്ട് പോകുന്ന പോലെ തോന്നി. ഓക്കെ, അപ്പം അങ്ങനെ ഇതുപോലെ എനിക്ക് നോക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് ഞാൻ ഫുള്ള് നോക്കി, എൻ്റെ ചുറ്റും നോക്കി, ഒന്നുമില്ല, അവിടെ ഒരു സംഭവം ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ തോന്നി എൻ്റെ കയ്യിലും കാലിലും ആരും ഇങ്ങനെ പിടിക്കുന്ന പോലെ. ഇപ്പോഴും എനിക്കിത് പറയുമ്പോൾ സത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ട് ഇപ്പോഴും. എൻ്റെ ഉള്ളിൽ
ഇല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സീരിയസ് ആയിട്ട് എനിക്ക് എപ്പോഴും കിടക്കാൻ നേരത്തെ എനിക്കൊരു പേടിയുണ്ട് ആരെങ്കിലും. കാരണം എനിക്കറിയത്തില്ല, കാരണം 10-15 വർഷം കൊണ്ട് ഞാൻ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ എനിക്ക് ഒരു വട്ടം പോലും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. 20 ഞാൻ സെക്കൻഡ് 15 കറക്റ്റായിട്ട് പറഞ്ഞു. 15 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ കിടക്കുന്നത്. എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് ഇന്ന് വരെ അറിഞ്ഞൂടെ. ഇത് റിയൽ ആണോ അതോ എനിക്ക് തോന്നിയതല്ല, എനിക്ക് ശരിക്കും തോന്നിയതാണ്. പക്ഷെ ഇനി വേറെ ഒന്നും ആ റൂമിലില്ല. പിന്നെ ഇനി എനിക്ക് വല്ലതും ഉണ്ടായ ഹാലൂസിനേഷനോ ഇല്ലെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു രൂപത്തിനെ കാണുന്നില്ല. ഞാൻ രൂപമായിട്ടൊന്നും കണ്ടില്ല. ഞാൻ കണ്ണടച്ച് എൻ്റെ ഉറക്കത്തിൽ സ്ലീപ്പ് പാരാലിസിസ് അതൊന്നും അല്ല. സ്ലീപ്പ് പാരാലിസിസ് രൂപത്തിനെ അല്ല, നമ്മൾ ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പം നമ്മൾ ആരും അറിയാതെ നമ്മളിങ്ങനെ എണീറ്റ് പോകും. അത് സ്ലീപ്പ് വാക്കിംഗ് ആണ്. എന്തൊരു റാം വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എൻ്റെ സ്റ്റോറി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിങ്ങനെ പ്രേത സിനിമയെ കൂടുതലായിട്ട് കാണുമ്പം എനിക്ക് തന്നെ ലൈഫിൽ കുറേ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗെയ്സ്, അതായിരുന്നു അവളുടെ സ്റ്റോറി. ഇനി അടുത്ത എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ വന്നത്. എൻ്റെ സ്റ്റോറിയല്ല, എൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് പോലെ കേട്ട് വരുന്ന കുറച്ച് കഥയാണ്. അതിൽ ഫസ്റ്റ് കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് നമ്മൾ മിണ്ടാതിരി കുഞ്ഞാച്ച, എനിക്ക് പേടിയാവും. ഗെയ്സ്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇവളെന്നെ ഒരു ആഴ്ച കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന പോലെ. കാരണം എനിക്ക് പേടിയാണ്. ഞാൻ എന്നും പറയും രാത്രി 12 മണിക്ക് വീഡിയോ എടുക്കണം, ഇതെടുക്കണം, അതെടുക്കണം എന്ന്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പേടിക്കും. ഇവളൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി എന്നെ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി ഗെയ്സ്, ഞാൻ ഇവിടെ കിടന്ന് അലറും. അത്രയ്ക്ക് പേടിയാണ് എനിക്ക്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് പോങ്ങുമൂടാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പോങ്ങുമൂടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു തെക്കതുണ്ട്. നമ്മുടെയൊക്കെ കുടുംബാമ്പലമാണ് തെക്കത്. അപ്പം പണ്ട് മുതലേ അതുവഴി രാത്രിയായ ആരും പോകാറില്ല. ഈവൻ ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു ഏരിയയിലോട്ട് രാത്രി അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഭയങ്കര ഡിമ്മായിട്ടുള്ള ലൈറ്റാണ്. അതേപോലെ അങ്ങനെ ആരും അങ്ങനെ പോകാറില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കഥയാണ്. ഇപ്പോൾ കേസ് ആ ഏരിയയിലൊന്നും അധികം ആൾക്കാരൊന്നും പോകാറുമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്, പണ്ട് എങ്ങാണ്ടും എൻ്റെ അമ്മാമ്മേരെ ചേട്ടൻ അതുവഴി ഈ പുള്ളിക്ക് സിനിമയിൽ മറ്റേ അവിടുത്തെ സെക്യൂരിറ്റി എന്തോ ആയിരുന്നു. അപ്പം എല്ലാ നൈറ്റ് ഷോ കംപ്ലീറ്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോങ്ങുമുണ്ട അടുത്തുള്ള സ്റ്റോപ്പാണ് ഈ ശ്രീകരി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു ഏരിയ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം അതുവഴി ഇങ്ങനെ രാത്രി ഇങ്ങനെ വന്നപ്പം ഒരു വെള്ള രൂപത്തിൽ ഇങ്ങനെ ആരെയോ കണ്ടിട്ടുണ്ടെന്നോ പേടിച്ചോടി പിറകെയും ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ പനയുണ്ടല്ലോ ഗൈസ്. അപ്പം ഈ തെക്കതിലൊക്കെ ആണെങ്കിൽ അമ്പലത്തിങ്ങളിലൊക്കെ ഈ പന കാണും. അപ്പം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് പിന്നെ ഒരാഴ്ച ഭയങ്കര സീനൊക്കെ ആയി, പനിയൊക്കെ പിടിച്ചെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് കുറേ നാൾ മുന്നേ നടന്നൊരു കഥയാണ്. അത് ഞാൻ ഇപ്പം റീസെൻ്റ്ലി നടന്നൊരു കഥയായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാം ഗൈസ്. അതേ സെയിം സ്ഥലത്ത് ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് താമസിക്കുന്ന അവരാണ് ആ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ആ മാമൻ അവർ ഈ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ എച്ചൊക്കെ എടുക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ സത്യം പറഞ്ഞാൽ ഏതൊരു കോർണറിൽ സൈഡിലും എന്തോ ആയിട്ടാണ് ഈ തെക്കതിൻ്റെ ആ ഒരു സ്ഥലം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. തെക്കതെന്ന് വെച്ചാൽ ഒരു അമ്പലം പോലെ, അമ്പലം ഒരു കുടുംബക്ഷേത്രം പോലെയാണ്. അപ്പം ആ ഒരു ടൈമിൽ രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ പോയി കാറെന്തോ പാർക്ക് ചെയ്യാനായിട്ട് പോയതാണ്. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ സമയത്ത് അതേ സെയിം സ്ഥലത്ത് ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട ഒരു രൂപത്തിനെ കണ്ടു. ഫേസ് ആണ്, ആണാണോ പെണ്ണാണോ ഒന്നുമില്ല, പക്ഷെ ഒരു രൂപം, വൈറ്റ് ഡ്രസ്സ് ഇട്ട ഒരു രൂപം ഇതിനെ കണ്ടു. അങ്ങനെ വന്നിട്ട് ഭയങ്കര സീനായി. പിന്നെ രാത്രിയൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പം അവർ ആ ഡ്രൈവിംഗ് സ്കൂൾ പോലും നടത്തുന്നില്ല കംപ്ലീറ്റ്ലി. ഇപ്പം ആ ഒരു ഏരിയ കണ്ടാൽ പോലും നമുക്ക് പേടിയാവും. നമ്മൾ നൈറ്റൊന്നും അങ്ങോട്ട് പോകാറുപോലും ഇല്ല. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അറിയാമെന്നുള്ള കുറച്ച് കഥകൾ. അതേപോലെ ഇവിടെ ഉള്ള സ്ഥലങ്ങളിൽ എൻ്റെ വല്യമ്മ ആയിക്കോട്ടെ, പണ്ട് കുഞ്ഞിലെ പാലെന്തോ മേടിക്കാനായിട്ട് കടയിൽ പോയ സമയത്ത് ഫ്രണ്ടിൽ കൂടെ സ്ത്രീ ഇങ്ങനെ ക്രോസായി പോകുന്നുണ്ട്. കാലിലും കയ്യിലും മൊത്തം ഈ ഷോള് കെട്ടി ഇറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഇറുക്കി മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീമി ഇങ്ങനെ
എന്താ പറയുക, സോറി എൻ്റെ വലിയമ്മ ഞാൻ മീമി എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ പാസ്സായി പോകുന്നു. നോർമലി ആ ഇടത്ത് താമസിക്കുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം നമുക്കിപ്പം അടുത്തും ഇപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി പണ്ട് നമുക്ക് കുറച്ചും കൂടെ അറിയായിരിക്കും. ഇപ്പം നമുക്ക് ഓക്കെ ബിസി ലൈഫാണ്, അറിയത്തില്ല. പക്ഷെ പണ്ട് അങ്ങനെ അല്ലല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പോലെ അറിയാം. ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പാസ്സായി പോകുന്ന സമയത്ത് മീമി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. എന്തോ ഒരു പ്രത്യേക ഭംഗി മുഖത്തൊക്കെ കാണാൻ. അപ്പം ആളിങ്ങനെ വന്നപ്പം ഇവിടെ എത്തിയപ്പം മീമി ഇങ്ങനെ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളെ കാണുന്നില്ല. തൊട്ട് തിരിഞ്ഞപ്പോൾ ആളെ കാണുന്നില്ല. അപ്പോഴാണ് പിന്നെ പാല് വാങ്ങാൻ പോകുന്ന കടയിൽ പോയി ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരാളവിടെ ഉണ്ടോ, അങ്ങനെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ ഷോളൊക്കെ കെട്ടി നല്ല ഭംഗി മുടിയൊക്കെ ഉള്ളൊരു പെൺകൊച്ച്. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അവിടെ ഒരു കാഷ്യൂ നട്ടിൻ്റെ മരം ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതുവഴി അങ്ങനെ ഒന്നും ആരും പോവാറില്ല എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഈ സത്യമാണോ റിയലാണോ ഒന്നും അറിയത്തില്ല. എനിക്കറിയാമെന്നുള്ളൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടോണ്ടിരുന്നാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, അധികം പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എന്തോന്ന് ഇപ്പം ഇത് ഇടുമ്പോഴത്തേക്കും കുറേ പേര് പറയും ചിലപ്പോൾ വ്യൂസ് കിട്ടാനായിരിക്കും, ഇല്ലെങ്കിൽ എന്തോന്ന് അങ്ങനെ വല്ല ആയിരിക്കും എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ ശരിക്കും നമുക്ക് ഇതേപോലെ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല ദൈവം, എനിക്ക് തോന്നേ വേണ്ട. കാരണം ഞാൻ ഈ വക ഗോസ്റ്റിൻ്റെ കാര്യങ്ങൾ അടിച്ചു നോക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല. എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്യാറേയില്ല. ഞാൻ ഒരു പ്രേത സിനിമ പോലും ഇരുന്ന് കാണൂല ഗൈസ്, എനിക്ക് പേടിയാണ്. ഈവൻ രാവിലെ ആണെങ്കിൽ പോലും ഞാൻ ഇരുന്ന് കാണൂല, അത്രയ്ക്ക് ടെൻഷനാണ് എനിക്ക്. പക്ഷെ എനിക്ക് ശരിക്കും അനുഭവം ഉണ്ടായി. ശരിക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ ശരിക്കും ഇങ്ങനെ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ പറയത്തില്ല, ഒരാൾ അതുവഴി എന്തെങ്കിലും അനുഭവിച്ചാലേ അവർക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വരുമെന്ന്. അപ്പം എനിക്ക് ഭയങ്കര റിയലായിട്ട് തോന്നി. പക്ഷെ നമ്മളിങ്ങനെ പുറത്ത് പറയുമ്പോൾ ആരും ഇങ്ങനെ വിശ്വസിക്കാനോ ഇല്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേസ്. ഞാൻ ഇത് അധികം പറഞ്ഞ് ലാഗടിപ്പിക്കാത്ത കാരണം എനിക്ക് പേടിയാണ്, എനിക്ക് രാത്രി കിടന്നുറങ്ങണം. ഇപ്പം തന്നെ രാത്രിയാവാം. അപ്പോൾ ഇതിവിടെ വെച്ച് നിർത്തുകയാണ്.